ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നാണ് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു കോമഡി എന്ന് വെച്ചാൽ 2 പേരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ, ഞാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അവരെ ആദ്യം കുത്തി എണീപ്പിക്കാം, അതാണ് മെയിനായിട്ടുള്ള പരിപാടി. ഇന്ന് ഞങ്ങൾക്കിവിടെ പള്ളിയിൽ നിന്ന് ആദ്യമായിട്ട് അച്ഛൻ നമ്മളെ പരിചയപ്പെടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ ഇന്ന് വരും കേട്ടോ. അപ്പം അവരെ വിളിച്ച് എണീപ്പിക്കാം. നമുക്ക് ആദ്യമേ ചേട്ടായിക്കുള്ള മൈക്കൊന്നും കൂടി എടുത്തുകൊണ്ട് പോകുന്നത്. ചേട്ടായി, ജയ 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 എഴുന്നേക്ക്, വാ എഴുന്നേക്ക്. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കൂർക്ക മനസ്സ് കിടന്ന് ഉറങ്ങണോ? ഇവിടെ നടക്കൂല. എണീറ്റോ 2 ദിവസം കൂടി കട്ടിലേ കിടന്നോണ്ടേ നല്ല ക്ഷീണം. ഞാനും കട്ടിലേ കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, എഴുന്നേറ്റത് ഇപ്പോഴാണ് എന്ന് മാത്രം. എന്നാ വാ എണീക്ക്. എന്താ ഓ, ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരാൾ കിടന്ന് നല്ല ഉറക്കമാണ് കേട്ടോ, പാവം. ഞങ്ങൾ 3 പേരും ഒരേപോലെ നിലത്ത് കിടന്ന ആൾക്കാർ, ഒരു 5 ദിവസമായിട്ടില്ലേ. ഇപ്പോഴാണ് കട്ടിൽ കിടന്നത്. അപ്പം അതിൻ്റെ ക്ഷീണ കൊച്ചിനുണ്ട്. ആണോ? എന്നാ വേഗം എഴുന്നേറ്റോ. നല്ല നട്ടക്കണം വെയിലാക്കുക. ഒരാളൊന്ന് പല്ല് വെക്കുക. എന്താണ് ആയില്ല അല്ലേ? അപ്പം ഈ കാണുന്നതിന് എന്താ പറയുക, മഴയാ. വേഗം തേക്ക്. ചായ വല്ലതും? ചായ ഇപ്പം വെക്കാവേ. ഞാനിവിടെ ഒന്ന് തുടച്ച് കുത്തിക്കാണെന്നറിയോ, നമ്മൾ കുറേ ദിവസം, ഒരു 3 ദിവസത്തിനടുത്ത കൊണ്ട് അടച്ചിട്ടിട്ട് പോയായിരുന്നു. പിന്നെ നമ്മൾ ഇന്നലെ വന്ന് ഫുള്ള് ക്ലീൻ ചെയ്തു. എന്നാലും ഒന്നും കൂടി ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ രാവിലെ തന്നെ വെക്കുവാണെങ്കിൽ നല്ലതാണ്. അപ്പം നമ്മൾ തുടച്ച് വൃത്തിയാക്കട്ടെ. അല്ല, ഞാൻ പോയി ടീമിനെ ഏൽപ്പിച്ചാലോ? വേണ്ട, ഇച്ചിരി എന്നോട് ഉറങ്ങിക്കോട്ടെ, പാവം. നല്ല ഉറക്കക്ഷീണമുണ്ട്. നമ്മുടെ സാധാരണ നമ്മുടെ ചായപാത്രം ഇതാണ്. നമുക്ക് രണ്ടിനും ഈ ചായപാത്രത്തിൽ വെച്ചാൽ മുതലാവില്ല. നമുക്ക് കുഞ്ഞാറ്റന്നെ കുഞ്ഞു സോസ്പാൻ എടുക്കാം. അപ്പം നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആദ്യം നാറ്റാം. കണ്ടോ, ആൻസി പണ്ടും ചായക്കടയിലൊക്കെ നിന്ന് പരിചയമുണ്ട് ആൻസിക്ക്. ചായക്കടയൊന്നും പരിചയമൊന്നുമില്ല പൊതുവെ. ഒന്നുകൂടി ഇനിയും ആറ്റോ? ആ പൊടി അങ്ങോട്ട് ഇറങ്ങട്ടെ. ഇത് തരിപ്പൊടിയാ, കൊണ്ട് നന്നായിട്ട് താഴും. നമുക്ക് രണ്ടാക്കും ചായ കൂടുതലാണല്ലോ അത്. കുഞ്ഞാറ്റയില്ലേ? കുഞ്ഞാറ്റേനെ ഇനി കുത്തി ഏൽപ്പിക്കണ്ടേ ആദ്യം? നമ്മള് ചായ കുടിച്ചിട്ട് ഏൽപ്പിക്കാം അല്ലേ? വെച്ചപ്പോ ഞാൻ ഒരുമിച്ചങ്ങ് വെച്ച് അവക്കുള്ളത് മൂടി വെക്കാം. ആയിക്കോട്ടെ. ഇത് ചൂടാറിയിരിക്കുന്ന സാധനം ചൂടാക്കി കൊടുക്കാൻ പാടില്ലെന്നാണ് ശാസ്ത്രം. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ടതാ. ഫേസ്ബുക്കിൽ അങ്ങനെ എന്തൊക്കെ കാണും. കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടു. ഇങ്ങനെ ഒരു ഡോക്ടറിൻ്റെയാണ്, ഞാൻ ഇപ്പോഴാണ് ഇതിനെ കാണാറുള്ളതാണ്. ആ ഡോക്ടർ എന്തോ കഴിച്ചു, ഒരു പെൺകുട്ടി മരിച്ചു പറഞ്ഞിട്ട് മേളിൽ ഇങ്ങനെ കൊടുത്തിട്ട് വീഡിയോ ചെയ്തിരിക്കുക. അപ്പോൾ ആ പെൺകൊച്ചി വന്നിട്ട് പറയാം, ദൈവത്തോർത്ത് ഞാൻ ചാത്തിട്ടില്ലേ, എന്നെ എല്ലാവരും കൂടി കൊല്ലരുത്. എന്തോ ഒരു സാധനം കഴിച്ച് എന്തുകൊണ്ട് ഈ കുട്ടി മരിച്ചു എന്നതാണ് ആ ഡോക്ടറുടെ ടോക്ക്. അതുപോലെ ഇരിക്കും. നീ എനിക്ക് എന്താ ബിസ്ക്കറ്റ് എന്തെങ്കിലും എടുത്തു തരൂ? ബിസ്ക്കറ്റ് എടുക്കും. മഞ്ഞ ബിസ്ക്കറ്റ് ഉണ്ട്. ബിസ്ക്കറ്റ് എന്താ? ഇപ്പോൾ ചായ കൂടി കഴിയുന്നതിന് മുമ്പ് ബിസ്ക്കറ്റ് കിട്ടിയില്ലേ? ഇതൊരു ബിസ്ക്കറ്റ് കൊതിയനാണ് കേട്ടോ ഞാൻ. അച്ഛൻ വരുന്നതിന് എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റ് മേടിച്ചിട്ടാകുമ്പോൾ ഈ മധുരമുള്ള ബിസ്ക്കറ്റുകൾ മാത്രമാണ് വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയുള്ളത് എന്ത് ബിസ്ക്കറ്റ്? അല്ല, ബിസ്ക്കറ്റ് അല്ല, കേക്കാണ്. പ്ലം കേക്ക്. ഇത് നമ്മുടെ മഞ്ഞ ബിസ്ക്കറ്റ്. അയ്യോ, നീ ബിസ്ക്കറ്റ് ഒന്ന് കഴിച്ചു നോക്ക്. എനിക്കിഷ്ടം. ചുമ്മാ എടുത്തൊന്ന് കടിച്ചു നോക്ക്. ഇത്ര ബിസ്ക്കറ്റ് ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാം? ഇത് നിങ്ങൾക്ക് കൊണ്ടുവന്നുള്ളൂ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഇല്ലേ? അല്ല, പക്ഷേ എനിക്ക് രാവിലെ തന്നെ മധുരം വേണ്ട. എനിക്കിനി ഇഷ്ടംമാതിരി പണിയെടുക്കണം. അച്ഛൻ വരുന്നതിന് അടിച്ചൊക്കെ ഒരു വൃത്തിയാക്കണം, ചോറ് വെക്കണം, കറി വെക്കണം. അച്ഛൻ വരുമ്പോൾ ചോറും കറിയൊക്കെ വെക്കണോ? വേണ്ടല്ലോ, നമുക്ക് വേണ്ടേ? അപ്പോൾ നമുക്ക് വേഗം ഇനി ചായയും ബിസ്ക്കറ്റും കഴിക്കാം അല്ലേ? ശരിക്കും പറഞ്ഞാൽ ആളില്ലാത്തതുകൊണ്ട് അടിച്ചു വരാനൊന്നും ഇല്ലല്ലേ? അല്ല, അതും കൊണ്ടൊന്നുമല്ല, ആളില്ലെങ്കിൽ അടിച്ചു വരാനുണ്ട്. പക്ഷെ നമ്മളെ ഇന്നലെ ഞാൻ രാത്രിക്ക് അടിച്ചു വാരി തുടച്ചതല്ലേ. കാരണം നമ്മൾ രാത്രിക്കെല്ലാം വന്നപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിടാനുള്ളൂ. പിന്നെ അച്ഛൻ വരുന്നതിന് മുമ്പ് വേഗം അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ ഫാൻസി ചായ കൂടി കഴിഞ്ഞു. പക്ഷേ ഞാൻ ചായ കൂടി കഴിഞ്ഞിട്ടില്ല. 2-3 ബിസ്ക്കറ്റും കൂടി ഉണ്ട്. അതും കൂടി തീർത്തിട്ട് വേണം കേൾക്കാനായിട്ട്. ഷുഗർ ഉറപ്പാ. എനിക്ക് ഒരു പണി കഴിഞ്ഞിട്ട് വേഗം ചെയ്യാണ്ട് വേഗം എല്ലാം ആസ്വദിച്ചിരുന്ന് കുടിക്കാം.
അടിച്ചുമായിരിക്കും. ആയിക്കോട്ടെ. അപ്പോൾ അത് ചായ കൂടി എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആൻസിയുടെ പാത്രം കഴുകും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് വേറൊരു പണിയുണ്ട്. എന്താന്ന് വെച്ചാൽ ഇതാ കിടക്കുന്നു നമ്മുടെ പണി. ചുഞ്ചുശേ ഇത് കണ്ടോ, ഇത് മൊത്തം നമ്മുടെ ടീമിൻ്റെ പരിപാടിയാണ്. ഇങ്ങനെ കഴിക്കേ എഞ്ഞോ ഏക്കണ്ടേ, സമയം എത്രയായെന്ന് വല്ല പിടുത്തമുണ്ടോ? എന്താ വെറുതെ താഴെ പോവും. ഇതാണ് നമ്മുടെ കുഞ്ഞാറ്റ. ഇങ്ങനെ നോക്കി കേക്ക്. വാ നമുക്ക് പല്ലൊക്കെ തേക്കണ്ടേ. ഇപ്പോൾ പള്ളിയിലെ അച്ഛൻ വരും. ഇപ്പോൾ നമ്മുടെ പള്ളിയിലെ അച്ഛൻ കുഞ്ഞി കൂടി കിടക്കുവാളെ. നമുക്ക് എന്തായാലും ടീമിനെ ഒന്ന് ഏൽപ്പിച്ച് പല്ല് തേപ്പിക്കാം. വേഗം പല്ലേക്ക് കളിപ്പണേ. പുതിയ ബ്രഷ് ഉണ്ടായാലും കഥയില്ല. പല്ല് തേക്കുന്നത് അപ്പയിലാണ് കഥ. ഞാൻ തേക്ക്. ഇത് കൊച്ചിന്റെ ബ്രഷ് തന്നെയാ. കൊച്ചിന്റെ ബ്രഷ് ആണോ? ആ സാറിൽ ഇനി വേഗം പല്ല് വെച്ചോട്ടോ. അച്ഛൻ ഇപ്പൊ വരും. വേഗം പല്ല് വെച്ച് ഈ ഡ്രസ്സും മാറ്റി ചായയും കുടിച്ച് നിക്കണം. ആണോ? ഇനി കുഞ്ഞാറ്റ എങ്ങനെ പല്ല് തേക്കുന്നതെന്ന് കാണണ്ടേ? കണ്ടു, എല്ലാരും കണ്ടു കേട്ടോ. ഗുഡ് ഗേൾ ആണ് നമ്മുടെ കുഞ്ഞാറ്റ. രണ്ട് മിനിറ്റും കൊണ്ട് പല്ലേപ്പും കഴിയും കുളിയും കഴിയുന്ന അവസ്ഥയാണ്. കണ്ടോ, നല്ല ഒരച്ച് തേക്കണം ഇതേപോലെ. ഉരച്ച് തേക്കണം അല്ലേ? ഇവിടെ കുട്ടുകേളല്ലേ, നമുക്ക് അറിയില്ലേ നമ്മുടെ കുഞ്ഞാറ്റക്കിളി കുട്ടുകേളാണെന്ന്. കേൾക്കാൻ മാത്രം ഒരു മടിയുള്ളൂ. അതെ, അതിന് 4 പേരും ചെലവത്തിനും. നമ്മുടെ മടി ഇല്ലാതിരിക്കില്ലല്ലോ. എന്നെ മടിയില്ല, നിങ്ങളെ മടി കേട്ടോ. പല്ലേപ്പൊക്കെ കഴിഞ്ഞില്ലേ? ഈ ഉടുപ്പ് മാറ്റിക്കോ. ആ ഉടുപ്പിലെന്താ? ആ ഉടുപ്പിലെ ചിഹ്നം എന്താ? ഞാനിപ്പോ തന്ന ഉടുപ്പിലെ യൂണിക്കോൺ. വേഗം മാറ്റിക്കോ. പെണ്ണുമ്പിള്ളേ, ആ 2 പെണ്ണുമ്പിള്ളേന്റെ വേഗം ആരാ പോയി വാങ്ങിയത്? ഞങ്ങളാണോ? യൂണിക്കോൺ മതിയെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയിട്ട് 2 പെണ്ണുമ്പിള്ളേന്റെ ബാഗൊക്കെയാണോ വാങ്ങിയത്? ആ കൊള്ളാനോടി നീ. ഇതിപ്പോ വേഗം വാങ്ങാം. അച്ഛൻ ഇപ്പൊ വരും. ഓ, കൊച്ചിനൊരു ഗിഫ്റ്റ് കിട്ടിയായിരുന്നു കേട്ടോ. ഇതാണ് കൊച്ചിന്റെ ഗിഫ്റ്റ്. എന്നാ വേഗം പോയി പല്ലേക്ക്. അല്ല, ഡ്രസ്സ് മാറി. എന്താ പരിപാടി? നിന്റെ തുറക്കലൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ? കഞ്ഞി അടുപ്പത്ത് ഇടുവായിരുന്നു. അച്ഛൻ വന്ന് പോയിട്ടിടാന്ന് വിചാരിച്ചോണ്ട് നിന്നതാ. അച്ഛൻ എല്ലാ വീട്ടിലും നന്നായിട്ട് പരിചയപ്പെട്ടിട്ടൊക്കെയാണ് വരുന്നത് തോന്നുന്നു. അപ്പൊ സമയം പോകുന്നു. നോക്കി, ഞാനിപ്പോ തേങ്ങ പൊട്ടിച്ചതാ. കൊട്ടത്തേങ്ങ. അപ്പൊ കൊറേ എണ്ണം ഇങ്ങനത്തെ ഉണ്ടെന്നാ തോന്നുന്നത്. നശിപ്പിച്ച് കളയണ്ട. നമുക്ക് ഇന്ന് വേണമെങ്കിൽ എല്ലാം പൊട്ടിച്ചിട്ടേ നമുക്ക് എണ്ണയാക്കാം. 4-5 ചാക്കേ ഉള്ളല്ലോ അല്ലേ? 4-5 ചാക്കുണ്ടോ? ചാക്കല്ല, തേങ്ങ. തേങ്ങ. ഞാൻ ചാക്കുണ്ടോന്ന്. ഒരു ചാക്കിൽ 1 ചാക്ക് തേങ്ങ ഉണ്ട്. അപ്പൊ നമുക്കത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഞങ്ങളെല്ലാം സെറ്റപ്പ് ആക്കി ഇവിടെ വെച്ചപ്പോ വേറൊരുത്തി അതിന്റെ മേളിലേക്ക് ഇരുന്ന് കൊച്ചിന്റെ ഫേവറേറ്റ് രാവിലെ തന്നെ ഇതൊക്കെയാ തിന്നുന്നത്. അധികം തിന്നണ്ട. ഇവിടെ കൊണ്ടുവന്നേ, ഞാൻ എടുക്കട്ടെ. സാധാരണ ഇങ്ങനെ തരാറുള്ളതല്ല. മുട്ട ഒന്നും എടുക്കുന്നില്ല, ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. അച്ഛൻ വരാത്തല്ലേ? വിൽക്കോ? അച്ഛനെ എന്തായിരിക്കും വരാത്തെ? ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ നിൽക്കുന്നുണ്ട. ഫുൾ പൂക്കളുമായി കേട്ടോ. ആൻസി എന്തേ? ഇത് ഗ്യാസിലോട് വെക്കുന്നതിനോട് എന്താണ് ഒരു അഭിപ്രായം? കത്തുന്നുണ്ട്, പക്ഷെ ഇപ്പൊ ഇങ്ങ് കിട്ടുപോകും. കൊറേ നേരം ഊതാ വാങ്ങിട്ട്. അല്ല, വേഗം എന്തെങ്കിലും ഒന്ന് തിളച്ചു വേവാനായി. എന്നാലും എനിക്കൊരു എന്നാ നമുക്കൊരു പണി ചെയ്താലോ? തേങ്ങ ഉണ്ടോ? ഇങ്ങനെ തുമ്മണേ, ഇങ്ങനെ തുമ്മണേ എന്തിനാ? എന്നാ പുട്ടുണ്ടാക്കാം, നമുക്ക് പുട്ട് കഴിക്കാം. അല്ലടി എടി ബ്രെഡും
ഇതുകൊണ്ട് പീനട്ട് ബട്ടർ ഒക്കെ ഉണ്ട്, അത് കഴിച്ചാലോ? ആ എന്നാ ബ്രെഡ് പീനട്ട് ബട്ടറും കഴിക്കാം. അത് മതി, ഇതിപ്പോ ഉണ്ടാക്കണ്ട. ഇപ്പോഴേ ഇതൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇന്ന്. ഇത് ഇത്ര ഉള്ളല്ലോ, ഇത് പുതിയതായിരുന്നല്ലോ. അതൊക്കെ അത്രേ ഉള്ളൂ. പിള്ളേരൊക്കെ കൂടി വെറുതെ കുഞ്ഞാറ്റൊക്കെ ഉമ്മ മാറി തിന്നുമായിരുന്നു. അവൾക്ക് ബ്രെഡിന്റെ കൂടെ കൊടുത്താ വേണ്ടല്ലോ. വേണ്ട, അവള് ചുമ്മാതാണെങ്കിൽ തിന്നും. അപ്പൊ ഇന്ന് നമുക്ക് ഇങ്ങനെ പോട്ടെ, ഇന്നിങ്ങനെ പോട്ടെ. കാരണം നമ്മൾ ഇന്നലെ വന്നപ്പോ അരി ഒന്നും ഇടാൻ സമയം ഇതിൽ ടിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഞാനും ആൻസിയും കൊച്ചും മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തും ആവാം. എന്തും ആവാം. കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. എന്താ ഒരു പണി നോക്കാം. അല്ല, എന്തും ആവെന്ന് പറഞ്ഞോണ്ട് നോക്കി. എന്തു ആവാൻ മീൻസ് അങ്ങനെയല്ല, ഫുഡിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ തെളിച്ചു പറയാം. അവർക്ക് വീട്ടുകാർക്ക് പപ്പയും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഫുഡ് കറക്റ്റ് പ്രോപ്പർ കൊടുക്കണം. നമ്മള് യാത്ര പോകുന്നത് നമുക്കറിയാലോ എന്ത് കഴിച്ചാണ് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള കാര്യം. അതാണ് പറഞ്ഞത്. തെളിച്ചു പറയണം കേട്ടോ. ഓക്കെ. അതുകൊണ്ടോ ഒരുത്തി അവിടെ പോയി തന്നെ ഇരുന്ന് കഴിക്കുവാണ് പീനട്ട് ബട്ടർ. ഇത് ഏത് കമ്പനീൻ്റെ ഇത്? നെറ്റിനസോ? നിനക്കെന്താണ് ബ്രെഡ് കൂട്ടി കഴിച്ചാ? അതങ്ങനെ ഇതാക്കിയിട്ട് അത് അങ്ങനെ എടുത്ത് കഴിക്കില്ല, നാശമായി പോകും. കടല? ഓ, അതൊക്കെ കൊച്ചിനറിയാം അല്ലേ? കൈ ഉള്ളിലിടല്ലേ ഇനി, നാശമായി പോകും. ഇതിനിടയ്ക്ക് അച്ഛനൊക്കെ വന്ന് പോയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അത് ഞങ്ങൾ വീഡിയോ കാണിക്കാത്തതാണ്. ഇത്തിരി കുക്കുംബർ കൊണ്ട് കൊടുക്കാവേ. കുക്കുംബർ വേണോ? നിനക്കെന്താ കുക്കുംബർ? ഉപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഞാനത് വിചാരിച്ചതുള്ളൂ, കണ്ണി വെക്കുന്ന എന്താ പറയാത്തത്. കണ്ണിൽ വെക്കാനല്ല, ഇപ്പൊ കണി കണ്ണിനൊക്കെ കിട്ടോ. കണ്ണിലേക്ക് കിട്ടോ, കണ്ണു കൂട്ടി പോവും. നല്ലതല്ലേ? നല്ല കുക്കുംബറാണ്. ഇന്നലെ വരെ മഴയായിരുന്നു. നല്ല വെയിലാട്ടോ ഇപ്പം. നല്ല കുത്തണ വെയിൽ. വെള്ളേക്ക് നോക്കും, നല്ല പച്ചപ്പ്. വാക്കത്തിയൊക്കെ ആയിട്ട് കൊണ്ടാ നമുക്ക് തേങ്ങ പൊളിച്ചു നോക്കാം. എന്താ അറിയാ, മഴ പെയ്യോ? മഴ പെയ്യും, മഴയൊക്കെ പെയ്യും. അല്ല, അത് കൊറേയൊക്കെ ഇതാ കുഞ്ഞാറ്റയുണ്ട് കേട്ടോ. കൊറേയൊക്കെ പിന്നെ സെറ്റ് ആയിട്ടുണ്ട്, ഉണങ്ങിയത് തന്നെയാണ്. അപ്പൊ ഇന്ന് പൊട്ടിച്ചു വെക്കുകയാണെങ്കിൽ നാളത്തെ വെയിലും കൂടെ ആകുമ്പോ റെഡിയായി കിട്ടും. റെഡിയാവും, കാരണം ചെറിയൊരു വെയിലുണ്ട്. ഇനി മഴ പിടിക്കുന്നതിന് മുമ്പേ ചെയ്യാം. അത് നല്ലൊരു ഐഡിയ ആണ്. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പൊ എന്താ വില. പോവാം. അപ്പൊ ഈ താഴെ കാണുന്നതാണ് ഞങ്ങളുടെ ഗോഡൗൺ. ഇതെന്താ കുഞ്ഞാ, എന്ത് സാധനം? ഇതുണ്ടോ, വാനില കാഴ്ച കിടക്കുന്നുണ്ടോ? ഇനി നടക്ക്, നമുക്ക് വന്ന പണി ചെയ്യാം. ഇതാണ് നമ്മുടെ പണി. ഇതാണ് നമ്മുടെ വീടിൻ്റെ അടിവശം വരുന്നത് കേട്ടോ. ചാടി വരണോ? ഇതെന്താണെന്ന് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കയറും ഉള്ളിലേക്ക്. മേളിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ ഒഴുകി ഇതിലേക്ക് കയറും. അപ്പോൾ കയറാതിരിക്കാൻ വേണ്ടി ചെയ്തേക്കുന്നതാണ്. തേങ്ങ എത്രയുണ്ട് മോളെ? തേങ്ങ ഒരു ചെറിയ 4 തേങ്ങയുള്ളോ? ഇത്തിരിയും കൊണ്ടേ ഉള്ളൂ. ഇവിടെ ഒന്ന് സെറ്റും കൂടി ആക്കി വെച്ചേക്കാം. ഇതിന്റെ അടിയിൽ നമുക്ക് ഇവിടെ മൊത്തം ഒന്ന് സെറ്റ് ആക്കിയിട്ടേ ഒരു തിയേറ്റർ പണിതാലോ? തേങ്ങ പൊതിക്കാൻ വന്ന നീ തേങ്ങ പൊതിക്കണം. ഇതിവിടെ ഇങ്ങനെ വലിച്ചു വാരി ഇടുന്നല്ലോ എന്ന് വിചാരിച്ചേ. ഇതൊരു വേസ്റ്റ് ചാക്ക. വേസ്റ്റ് ചാക്ക നമ്മൾ പ്ലാസ്റ്റിക്കാ കൂടുതലും അവർക്ക് കൊടുക്കാനുള്ളതല്ലേ. എന്തായാലും നമ്മൾ അവർക്ക് പൈസയും കൊടുക്കണം, സാധനവും കൊടുക്കണം, പ്ലാസ്റ്റിക്കും കൊടുക്കണം. പ്ലാസ്റ്റിക് അല്ല, പ്ലാസ്റ്റിക് കേട്ടോ. ഓക്കെ, എന്നാ വാ നമുക്ക് പരിപാടി തുടങ്ങാം. ഇതാണോ തേങ്ങ? അധികം ഇല്ലല്ലേ? ഇതിൽ പകുതി മുക്കാലും പോയതാ. ഞാനേ അപ്പുറത്തൊന്ന് നമ്മുടെ തെങ്ങേന്ന് വീണിട്ട് മാറ്റി വെച്ചിട്ടുണ്ടോ നോട്ടെ. ആയിക്കോട്ടെ, ബൈ ബൈ. ഇല്ലടി, ഇല്ല അവിടെ തേങ്ങല്ല, കാലിച്ചാക്ക. എന്നാ ഇതിപ്പോ പൊട്ടിച്ച് വെക്കാം, നശിപ്പിച്ച് കളയണ്ടല്ലോ. 1/2 ലിറ്റർ കിട്ടി. എത്ര ആയില്ലേ? ഇത്രയായില്ലേ? പൊളിച്ചിട്ട് ഇതാക്കാനാ? അതുപോലെ പൊട്ടിച്ച് പൊട്ടിച്ചങ്ങ് വെച്ചാ പോരാ? വെട്ടി പൊട്ടിച്ചങ്ങ് വെച്ചാ പോരാ? സൈഡിൽ കൂടിയൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ അലമ്പാവും. ആണോ? ശരി. ചിലവരെ ശരിയാവും, ചിലവരെ ശരിയാവില്ല. ചിലവർ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഞാനെന്നാ അതൊക്കെ റെഡിയാക്കി വെക്കട്ടെ. അവിടെയൊക്കെ അതൊക്കെ തട്ടിക്കുട്ടി അങ്ങോട്ട് എടുത്ത് വെച്ചാ വൃത്തിയായി കിടക്കും ഇവിടെയൊക്കെ. നീ എന്താണ് കാണിച്ചത്? ആയിക്കോട്ടെ ചേട്ടേ, ഈ കൂണിന്റെ ഇതൊക്കെ എന്താ ചെയ്യണ്ടേ? അവിടെ ഇതെന്തുവാ?
എടി കൂണിന്റെ ആ അത് ആ ചെടികളുടെ ചോട്ടിക്കൂടി ആ പേരേന്റെ ഒക്കെ മാവിന്റെ ഒക്കെ ചോട്ടിക്കൂടി ഇടുകയാണെങ്കിൽ ആ അത് നല്ല സാധനം. അത് ചകിരിച്ചോറൊക്കെ അല്ലേ. ആയിക്കോട്ടെ എന്നാ ഇടാം. എടി ബാക്ക് വശം വെച്ച് അല്ലടി അടിക്കണ്ടേ, തിരിച്ചു പിടിക്കുക കത്തി. ഇങ്ങനെയോ? ആ ആ എന്തൊക്കെ ചെയ്യണേ. അത് നല്ല തേങ്ങയായിരുന്നു. അല്ല പൊട്ടത്തേങ്ങ, വെള്ളമില്ലല്ലേ. ഇതിപ്പോ 4-5 ലിറ്ററിനുള്ളതുണ്ടല്ലോ. പിന്നെ 100 മില്ലി കിട്ടുവോ? ഇതിപ്പോ വെറുതെ ഒരു പണി പോലെ ആയിപ്പോയല്ലോ ദേവേ. അല്ല ഈ 4 എണ്ണാണെങ്കിൽ ഇവിടെ കിടന്ന് നശിച്ചു പോകുന്നതിലും ഭേദമല്ലേ? അതത്രേ ഉള്ളൂ. നശിക്കാൻ വിട്ടു കൊടുക്കുന്നതിലും ഭേദമാണല്ലോ. എന്തായാലും നശിക്കാൻ വിട്ടു കൊടുക്കുന്നതിനേക്കാളും ഭേദമാണല്ലോ, എണ്ണയാക്കുന്നതിനേക്കാളും ഭേദമാണല്ലോ. കണ്ട അതൊക്കെ കൊപ്രയായി ഓൾറെഡി. ആ ഉണങ്ങാത്തതാണ് ഇനി വിഷയമാവുക. നല്ലോണം ഉണങ്ങണം ഇനി. അത് മഴ പിടിക്കുന്നതിന് മുമ്പേ ചെയ്ത് ഊട്ടിയേക്കാം. എടി എന്നാ ഒരു പണിയാ, ഇത് നമുക്ക് കടയിൽ കൊണ്ടുപോയി ആക്കണ്ട. ഇനി നമുക്കൊരു സർപ്രൈസ് ഉണ്ട്. നാളെ ജിയയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമുക്ക് ജിയ അറിയാണ്ട് എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മാത്രമല്ല, ജിയനെ കൊണ്ടുപോകാണ്ട് നമുക്ക് നടക്കൂല. അപ്പൊ നമുക്ക് ജിയനെ കൂട്ടിക്കൊണ്ട് പോവാം. പക്ഷെ നമ്മൾ അലക്കാനുള്ള ഒരു ബക്കറ്റ് മേടിക്കാനാണ് പോണേന്ന് പറയാവുള്ളൂ. ജിയക്ക് നമുക്ക് അവിടെ ഒരു കുഞ്ഞു കുളം പോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാം. ഇന്ന് പോണോ? ആ നാളെ ബർത്ത്ഡേ. എന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി ഇവിടെ വെച്ചിട്ട് ജിയേനെ ഉള്ളിൽ കയറ്റിട്ട് ഫോണൊക്കെ കൊടുത്താൽ എന്തെങ്കിലും TV ഒക്കെ കൊടുത്തിരുത്തിയിട്ട് ആക്കി നമുക്ക് സെറ്റ് ചെയ്യാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നീ തേങ്ങ കൂട്ടി. അപ്പോൾ അങ്ങനെ നമ്മുടെ തേങ്ങാപ്പണി കഴിഞ്ഞു. 4 തേങ്ങയുണ്ട്, 1 ലിറ്റർ തേങ്ങ കിട്ടും. ഞാനത് നശിപ്പിച്ച് കളയണ്ടല്ലോ എന്ന് മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. ഇത് ജപ്പാൻ ഡയമണ്ട് എന്നാണ് പറയുന്ന ഒരു പേരക്ക കേട്ടോ. ഉള്ളു നല്ല റോസ് അല്ലേടി? റോസ് അല്ലാത്തൊരു കളർ, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. ഇതൊക്കെ ആരെങ്കിലും നഴ്സറിയിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ പേരക്കൊക്കെ ചോദിച്ച് മേടിച്ചോട്ടോ. കാരണം ഞങ്ങൾ കഴിച്ച ഞങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാമെന്ന് പറയുന്ന പോലെ ഇതിൻ്റെ അല്ലേ ഞങ്ങൾ ഗ്യാരണ്ടി. അപ്പോൾ ഈ പണിയും കൂടി കഴിഞ്ഞാൽ നമുക്കിനി കയറിപ്പോയി വല്ല ചോറ് തിന്നാലേ. ചോറിന് കറി ചൂടാക്കിയിട്ട് വേണം. ആ നമുക്ക് ചേച്ചിമാർക്ക് കൊടുക്കാം അല്ലേ. ഈ 2 ചാക്ക് ഇവിടെ വൃത്തിയാക്കിയപ്പോൾ കിട്ടിയ സാധനങ്ങളാണ്. ചാക്കിലിടുന്നതിന് നല്ല നിലത്ത് കൂടി വലിച്ചു വാരി ഇടുകയായിരുന്നു. ഒതുങ്ങിയിരിക്കുമല്ലോ. ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. തേങ്ങ വെള്ളിലേക്ക് എടുത്താലോ? എന്നാ കൈപിടി. നല്ല എടി എണ്ണ ചൂടായല്ലോ. എണ്ണ ചൂടായോ? ആ അതെ. എണ്ണ ഓഫ് ചെയ്തു. കാരണം ഇത് ഞാൻ നോക്കിയപ്പോൾ മുളക് പൊടി അല്ല ഇതില്ല, കുരുമുളക് പൊടി നശിപ്പിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും നല്ല ശുദ്ധമായ വയനാടൻ കുരുമുളക് വേണമെങ്കിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് സെറ്റാകാം. അപ്പോൾ നമുക്കിതാ ബീഫ് ഇരിപ്പുണ്ട് കേട്ടോ. കുറച്ച് ബീഫ് നമുക്ക് നല്ല ചൂടാക്കി വരട്ടിയെടുക്കാം. നമുക്ക് നന്നായിട്ട് ഒലത്തിയെടുക്കാം. ആദ്യം കുറച്ച് പെരിഞ്ചീരകം എല്ലാം ഇട്ടതായില്ലേ, പിന്നെ കുരുമുളക് പൊടിയും ജസ്റ്റ് എന്നാ വേഗം കിട്ടോ. കുരുമുളക് പൊടി എടുത്തിട്ട് അത് കിട്ടരുത് കേട്ടോ. കൊച്ചിനും കൂടെ കൊടുക്കുന്നതാണ്. ഓവർ എരിവാക്കണ്ട. അത് മതി. ഞാൻ ബീഫും കിട്ടോ. വീഴുവോ? കുറച്ച് വെച്ചാൽ മതി. മേത്ത് കൂടെ വീഴ്ത്തണം. ഒന്നും വീഴില്ല. ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ട് നല്ല ഐസും കട്ട പോലെ ഇരിപ്പുണ്ടല്ലോ. പക്ഷെ അതിലേക്ക് അങ്ങ് വീണപ്പോൾ തന്നെ ആ ഒരു കുരുമുളകിൻ്റെ മണം നന്നായിട്ട് ഇലർത്തിയെടുക്കാം. ഡ്രൈ ആക്കാം. അയ്യോ നന്നായിട്ട് ഡ്രൈ ആയ ഇതെന്താ ഇത് കൊറേ നേരം ഡ്രൈ. അമ്മേ ഇത് മതി അടിച്ച് എന്തോരം ഡ്രൈ ആക്കുന്നേ. അത് മാത്രല്ല എണ്ണ കുറെ ഒഴിച്ചോ? എണ്ണ ഞാൻ ഒഴിച്ചത് മാത്രല്ല, അല്ലാണ്ട് ഇതിലുള്ള എണ്ണയുണ്ട്. ദൈവമേ കമത്തിന്നാ തോന്നുന്നത്. ഞാൻ കമത്തിട്ടില്ല. ഇത് എന്തോരം എണ്ണ മതി. ഇതിങ്ങനെ കുറച്ചിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ വകഞ്ഞു വെച്ചപ്പോ ആ എണ്ണ ഉള്ളിലേക്ക് ഊറി ഇറങ്ങും. എന്നിട്ട് എന്ത് ചെയ്യാൻ? ആ എണ്ണ എടുക്കണ്ട, കൊളസ്ട്രോള് വരും കേട്ടോ. ആ എണ്ണയിലേക്ക് ചോറിട്ടിറങ്ങി ഇളക്കി അങ്ങ് അടിക്കണം, പൊളിക്കും. അറ്റാക്ക് വന്ന് പോവാൻ വേറെ കാര്യമൊന്നും വേണ്ട. അപ്പൊ ഇനി നമുക്ക് ചോറിനതിനെ കുറിച്ച് ആലോചിച്ചാലോ? ഓക്കെ. ആ അപ്പൊ ഇന്ന് കുറഞ്ഞ കറിയേ ഉള്ളൂ കേട്ടോ. അതെന്നറിയില്ല, ചീരത്തോരനും ബീഫും. അതെ. ഓ പിന്നെ വെള്ളം ഉണ്ടല്ലേ. കൊള്ളാം. ബീഫ് നല്ല കറുത്ത് വന്നല്ലേ. അടിപൊളി അടിപൊളി. എങ്ങനെയുണ്ട്? കറുത്ത് നല്ല രസമായി വന്നു. കഴിച്ചാ മതി. രസാണേലും സാമ്പാറാണേലും. കൊച്ചുദ്ദേശിച്ച സാധനമല്ല. ആ ബീഫ് കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന്. സൂപ്പറായോ ബീഫ്? ചീരത്തോരനും സാമ്പാർ. ചൂട് 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 ചൂട്.
ഞാൻ വിചാരിച്ചത് പുറത്തേക്ക് എടുക്കുമായിരുന്നു. ബീഫൊന്നും നമ്മളങ്ങനെ ആരും കളയില്ലടി. ആ ചോറ് മൊത്തം നിന്നിട്ട് എഴുന്നേപ്പിച്ചു വിടുള്ളേ. ഒരുത്തി അവിടെ എന്താ കാണിക്കുന്നതെന്നുണ്ടോ? ചോറുണ്ടെന്നേ ഇല്ല. ഞങ്ങളൊക്കെ ഇവിടെ ചോറുണ്ട് കഴിഞ്ഞ്. എന്തോ എനിക്കാ കൊച്ചിൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. ഒരു പണി ചെയ്യാൻ വാരി കൊടുക്ക്, അങ്ങനെ ഇങ്ങനെ തിന്നോന്ന് അറിയാലോ. വാശി മോശമാണ് കോശി. അപ്പോൾ കുഞ്ഞാറ്റേനെ കിടത്തി ഉറക്കിയ വകയിൽ ചോറ് തിന്നോടെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ചേരും കിടന്നങ്ങ് ഉറങ്ങിട്ടോ. നാൻസി കോമഡിയായി. പൈപ്പ് പൊട്ടിയില്ലേ? ഓ പൈപ്പ് പൊട്ടി. അപ്പോൾ ചെടിയൊക്കെ നന്നായിട്ടൊന്ന് നനയ്ക്കാലോ എന്ന് വിചാരിച്ച് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈൻ്റെ തൈകൾ നമ്മൾ പിന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. റീസ്റ്റോക്ക് ചെയ്യാൻ നമ്മൾ എവിടെ നിന്ന് വരുത്തല്ല കേട്ടോ, ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. തൈ ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ നമുക്ക് മെസ്സേജ് അയച്ചോ. നമുക്ക് ഇങ്ങനെ ചെയ്യാം. കുഞ്ഞാടെ ഒന്ന് പോയി നിർത്താവോ? നനയ്ക്കാനാ? അത് വെച്ച് നനയ്ക്കാനാ? അല്ല, ഇത് 2 ജോയിന്റ് നമ്മൾ ചെയ്തതാണോ? ആ, അപ്പോ ജോയിന്റ് 2 പൊട്ടിച്ചളയാനാ? ഊരിട്ട്. ഓ, ഇതെന്ത് പാടേ ഊര്. ചുമ്മാ കുത്തി കയറ്റിയിട്ടുള്ളൂ. പക്ഷെ അത് റൗണ്ടായിട്ട് നന്ന സ്പീഡിൽ കയറി. അല്ല, ഇനി വേറെ വഴിയുണ്ട്, ചവിട്ടിപ്പറിക്കാം. എന്തായാലും പൊട്ടി. ഓ മൈ ഗോഡ്. യെസ്. എന്നിട്ടതാ ജോയിന്റ് സെറ്റ്. ഇത് കയറാൻ ഭയങ്കര എളുപ്പമാന്നേ, ഇറങ്ങി വരാനുള്ള ബുദ്ധിമുട്ടുള്ളൂ. അത് ഇത് ചൂടൊക്കെ കൊണ്ടിട്ടേ കുഞ്ഞാറ്റ് എന്തോ മുറുക്കെന്തോ തിന്നാണ് കേട്ടോ. ഇത് കാന്താരി തൈ, അതായത് ഇപ്പൊ ഫോഴ്സ് ആയില്ലേ? പൊട്ടനങ്ങ് പോയല്ലോ. എന്നാലും ചെറിയ പൊട്ട എവിടെയോ ഉണ്ട്. പൈപ്പ് മാറ്റണം. മൊത്തം പോയത്, മൊത്തം പൊട്ടി. വണ്ടി കയറി തീർന്നതാണ്. നമ്മൾ വണ്ടി കയറ്റാതിരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടും. ആരെങ്കിലൊക്കെ വരും, അതിൽ തന്നെ കറക്റ്റ് കൊണ്ട് കയറ്റും. അപ്പൊ പെട്ടെന്ന് നനച്ചോ. എന്നാ വേഗം നനയ്ക്കാം നമുക്ക്. അപ്പൊ നമ്മൾ ടൗണ് വരെ ഒന്ന് പോവുകയാണേ, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പൊ അവിടെ സുന്ദരിക്കുട്ടി കണ്ടോ, നാളത്തെ ബർത്ത്ഡേ ഗേളാണ് കേട്ടോ ഈ നിൽക്കുന്നത്. ഇതുണ്ടോ, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ഉടുപ്പാണ് ഇത്. ബാക്ക് ഫ്രണ്ട് നേരെ കാണിക്കാം. ഇത് കണ്ടോ, വീട് പൊട്ടിക്കരുത്, ഇടിച്ചു കിട്ടല്ലേ. അപ്പൊ നമുക്ക് പോയിട്ട് വരാം അല്ലേ? ഓക്കെ, ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഇന്നലത്തെ വീഡിയോന്റെ കണ്ടിന്യൂഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇന്നലെ ആ പോക്ക് അങ്ങ് മാനന്തവാടി വരെ പോയി. പിന്നെ ഇന്നലെ വന്നപ്പോൾ എന്ന് പറയാൻ പറ്റില്ല, ഇന്ന് രാവിലെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. 1 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് വരുന്നതോടെ വരെ ബൈ.